ദന്തപരിചരണത്തിന്റെ പുതിയ കാലവുമായി ജൂൺ 13 രാത്രി 7 മണിക്ക് നേർരേഖ എത്തുന്നു. താടിയെല്ലിൽ ഉറപ്പിച്ചിരിക്കുന്ന ശരീരഭാഗം പല്ല്. മനുഷ്യർ ഭക്ഷണം കഴിക്കാനും നരഭോജികളായ ജീവികൾ ഇരയെ വേട്ടയാടാനും പല്ലുകൾ ഉപയോഗിക്കുന്നു. സ്വയരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ആയുധമായും പല്ലുകൾ മാറാറുണ്ട്. നാം മനുഷ്യർ പല്ലുവേദന വരുമ്പോഴല്ലേ പല്ലിനെക്കുറിച്ച് ചിന്തിക്കാറ്? അത് മതിയോ? മോണരോഗവും ഹൃദ്രോഗവും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതായത് മോണരോഗം ഉണ്ടാകുമ്പോൾ മോണയിലെ വീക്കവും അണുബാധയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ബാക്ടീരിയ ഓവർലോഡ് ഉണ്ടാകുന്നു. ഈ ബാക്ടീരിയയും ടോക്സിൻസും രക്തത്തിലൂടെ കലർന്ന് രക്തക്കുഴലുകളിലേക്കും ഹൃദയത്തിലേക്കും ബാധിക്കുന്നു. ഈ രക്തക്കുഴലുകൾ ക്ലോട്ട് ഉണ്ടായി ആ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു. അങ്ങനെ ഹാർട്ട് ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പല്ലുകളെ പരിചരിക്കാൻ 9 ചികിത്സാ വിഭാഗങ്ങൾ ഉണ്ടെന്ന കാര്യം നാം ഓർക്കാറുണ്ടോ? വായിലെ ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ക്ഷണിച്ചു വരുത്തിയിട്ടാണ് അത് വരുന്നത്. അത് നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും ഒരു 90%. പുക വലിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പുകയില അത് ഏത് രൂപത്തിൽ ഉപയോഗിച്ചാലും ക്യാൻസർ ഉണ്ടാക്കാം. അടക്കയുടെ ചവക്കുമ്പോഴും നമ്മുടെ വായിൽ മാറ്റങ്ങൾ വരികയും അത് ക്യാൻസറിലേക്ക് പോവുകയും ചെയ്യാം. വായിൽ ഉണങ്ങാതിരിക്കുന്ന ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പുണ്ണ്, വായ്പുണ്ണ് ഉണങ്ങാതെ 1 മാസത്തിലധികം നിൽക്കുകയാണെങ്കിൽ അതിനെ ശ്രദ്ധിക്കണം. പല്ലിൻ്റെ പരിചരണത്തിന് എത്ര വയസ്സ് മുതൽ നാം ഡോക്ടറെ കാണിക്കണം? പാൽപ്പല്ല്, കൊന്തപ്പല്ല്, നിരതെറ്റിയ പല്ല്, പല്ലിലെ പുളിപ്പ്, റൂട്ട് കനാൽ, വിവാഹമോചനത്തിന് വരെ കാരണമായി മാറിയിട്ടുള്ള വായ്നാറ്റം ഉൾപ്പെടെയുള്ള പല്ലുകളുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി നേർരേഖ എത്തുന്നു. 3 ഘടകങ്ങളാണല്ലോ ഒരാളുടെ ചിരിയെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം പറയുന്ന വ്യക്തിക്ക് മുന്നിലത്തെ 6 പല്ലുകൾ, 2 സെൻട്രൽ ഇൻസൈസർ, 2 ലാറ്ററൽ ഇൻസൈസർ, കോമ്പല്ല്, കെനൈൻ, ഈ 6 പല്ലുകളുടെയും അലൈൻമെൻറ്റ്, അത് എല്ലിൻ്റെ അകത്തും പല്ലിലിരിക്കുന്ന ആ രൂപവ്യത്യാസം എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയും. സാധാരണഗതിയിൽ നോക്കുമ്പോൾ സെൻട്രൽ ഇൻസൈസറാണ് കൂടുതലായി വിസിബിളായി കാണേണ്ട പല്ലുകൾ. അതുപോലെ തന്നെയാണ് കോമ്പല്ല്, കെനൈൻ. ഇടയിലിരിക്കുന്ന ലാറ്ററൽ ഇൻസൈസർ മോണയിൽ നിന്നും അല്പം താണ്, ഒരു 1.5 to 2 മില്ലിമീറ്റർ താണാണ് അതിൻ്റെ വിസിബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ചില ഈ അമിതമായ മോണ വളർച്ച ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇത്തരം അലൈൻമെൻറ്റ്, പ്രൊപ്പോർഷൻ തെറ്റിക്കാണുന്നു. അത്തരം വ്യക്തികളിൽ നമ്മൾ ഈ ക്രൗൺ ലെങ്തനിങ് അല്ലെങ്കിൽ സ്മൈൽ ഡിസൈനിങ് രീതിയിലൂടെ എസ്തെറ്റിക് കറക്ഷൻ ചെയ്ത് നമുക്ക് ചിരിയുടെ ഭാഗം. നിങ്ങൾക്ക് പാൽപുഞ്ചിരി വേണോ? ആരെയും ആകർഷിക്കുന്ന മൊഞ്ചുള്ള പല്ലുകൾ വേണോ? എങ്കിൽ മറക്കാതെ കാണുക നേർരേഖ.